യാ അല്ലാഹു ബിയാ റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാം പോരായ്മകൾ മുഴുവനും പരിഹരിച്ച് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഞങ്ങൾ അതിന്റെ മുന്തിയ മിഥില് സവാബ് അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവായി മദീനയുടെ രാജകുമാരനായി ഞങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഇഷ്കിന്റെ മഹബ്ബത്തിന്റെ സ്നേഹത്തിന്റെ എല്ലാമായി ഞങ്ങളുടെ 1400 കോടി ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അധിവസിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പരിപാവനമായ തിരുഹദറാത്തിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുന്നു അല്ലാഹ്. ആ പൊന്നാര ഹദറാത്തിലെത്തിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ആരാണ് ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതിയത്? ആരാണ് ഞങ്ങളുടെ കൂടെ ഹദ്ദാദ് ചൊല്ലിയത്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്, സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലിയത്? അല്ലാഹ്, നീ അവരെ കാണുന്നുണ്ടല്ലോ അല്ലാഹ്, അറിയുന്നുണ്ടല്ലോ അല്ലാഹ്. ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ നിന്ന്, ഏത് കോണുകളിൽ നിന്ന്, ഏത് ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, ഏത് രാജ്യത്ത് നിന്ന്, ഏത് രാജ്യത്തിന്റെ സംസ്ഥാനത്ത് നിന്ന്, ജില്ലയിൽ നിന്ന്, പഞ്ചായത്തുകളിൽ നിന്ന്, വാർഡുകളിൽ നിന്ന്, എവിടെ ഏത് സ്ഥലത്ത് വെച്ച് ചൊല്ലിയാലും അറിയാവുന്ന യജമാനനാണല്ലോ നീ. ഒരാളെയും നിനക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാഹ്. ഓരോരുത്തരുടെയും ദുനിയവിയും ഉഖറവിയും ശാരീരികവും മാനസികവും കുടുംബപരവും സാമ്പത്തികവുമായ എല്ലാ ഖൈറിന്റെ വഴികളും നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മദീനയുടെ ബറക്കത്ത് കൊണ്ട് തീർക്കണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ മദീനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലോ, ഒരു ചതിയന്മാരുടെ ചതിയിലോ, ഒരു വഞ്ചകന്മാരുടെ വഞ്ചനയിലോ, ഒരു സാഹിര്യങ്ങളുടെ സിഹറിലോ, ഒരു ളാലിമീങ്ങളുടെ മുൻപിലോ, ഒരു ബലാ മുസീബത്തുകളിലോ നിങ്ങൾ ആരെയും പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പാവപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വിശിഷ്യ വസൈല മുഅ്മിനീങ്ങൾക്കും നീ കാവലാകണേ അല്ലാഹ്. നീ കാവലാകണേ അല്ലാഹ്. നീ രക്ഷയേകണേ അല്ലാഹ്. പൂർണ്ണമായ സമാധാനം നീ നൽകണേ അല്ലാഹ്. ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളെ പുറത്തു തരണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ലാഹ്. ഇഖാമയുടെ പ്രശ്നമുള്ളവർക്ക് പരിഹരിക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭമാണോ എന്ന് സംശയിക്കുന്നവര് അതും നല്ല റാഹത്തോടെ ഗർഭമാക്കി കൊടുത്ത് അല്ലാഹുവേ, അതിൽ നല്ല സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. ആൺമക്കളില്ലാത്തവർക്ക് നീ ആൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിലുള്ള രോഗങ്ങളെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ക്യാൻസറ്, ട്യൂമറ്, ന്യൂമോണിയ, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ, അതുപോലെ തന്നെ യൂട്രസിന്റെ പ്രശ്നങ്ങള് അല്ലാഹുവേ, പിത്താശയത്തിൽ കല്ല്, യാ അല്ലാഹ്, അൾസറിന്റെ പ്രശ്നങ്ങള്, വയറ് സംബന്ധമായ പ്രശ്നങ്ങള്, യാ അല്ലാഹ്, വയറ് സംബന്ധമായ ഒരുപാട് രോഗങ്ങള്, ടെസ്റ്റിന് വേണ്ടി കൊടുത്തത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്, ഇനി ഹൃദയ ടെസ്റ്റുകൾ ചെയ്യാനുള്ളത്,
യാ അല്ലാഹ് അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്, യാ അല്ലാഹ് സംസാര ശേഷിയില്ലാത്തത്, കേൾവി ശക്തിയില്ലാത്തത്, യാ അല്ലാഹ് ബുദ്ധിശക്തി കുറഞ്ഞു പോയത്, അതുപോലെ തന്നെ അപകടങ്ങളിൽ പെട്ടുപോയത്, ഇങ്ങനെ തുടങ്ങിയ ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുന്ന അല്ലാമുൽ ഗുയൂബായ യജമാനനായ റബ്ബേ, മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ പദ്ധതികളും ഞങ്ങളെ പരിപാടികളും ഞങ്ങളെ മദനീയവും എല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകളിലേക്ക് മദനീയം നീ എത്തിക്കണേ റഹ്മാനെ. മദനീയത്തിന്റെ അടിമന്മാര്, മദനീയത്തിന്റെ പ്രചാരകര്, മദനീയത്തിന്റെ മീഡിയ ടീം അംഗങ്ങള്, മദനീയത്തിന് വേണ്ടി ഒത്താശകൾ ചെയ്യുന്നവര്, സാമ്പത്തികമായി സഹായിക്കുന്നവര്, അല്ലാഹുവേ പദ്ധതികൾ ഏറ്റെടുക്കുന്നവര്, ഞങ്ങൾക്ക് വേണ്ടി സ്ഥലങ്ങൾ തന്നവര്, യാ അല്ലാഹ് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഒരു കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിലോ, ഒരു ചതിയന്മാരുടെ ചതിയിലോ, ഒരു വഞ്ചകന്മാരുടെ വഞ്ചനയിലോ, ഒരു ബലാ മുസീബത്തുകളിലോ, ഒരു ആക്സിഡന്റുകളിലോ, ഒരു ദുരന്തങ്ങളിലോ ഞങ്ങൾ പെട്ടുപോകുന്നതിനെ തൊട്ട് റബ്ബായ നിന്നോട് മദീനയെ വസീലയാക്കി കാവൽ ചോദിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കിടത്തത്തിലാക്കല്ലേ അല്ലാഹ്. ത്വാഹിറുൽ അഹ്ദൽ തങ്ങളും പാപ്പയുടെ പൊന്നാര മകൻ സയ്യിദ് ഹാമിദ് അൻവർ അൽ അഹ്ദൽ തങ്ങൾ, യാ അല്ലാഹ് ഊർജ്ജസ്വലനായ തങ്ങളാണ്. നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ശിഫാഇനെ കൊടുക്കണേ അല്ലാഹ്. വീണ്ടും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ജബ്ബാർ ഹസനി ഉസ്താദും അതുപോലെ ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ ശിഫാഇനെ കൊടുക്കണേ അല്ലാഹ്. തലക്കടത്തൂർ ദർസിലെ ഒരു മുതഅല്ലിമു കൂടി ഇന്ന് മരണപ്പെട്ടു പോയി എന്നറിഞ്ഞു. അല്ലാഹ് സ്വർഗം നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്കും ഉസ്താദിനും കൂട്ടുകാർക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ, മക്കളെ മക്കളെ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാഹ്, മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങൾ അനുഭവിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ശത്രുക്കളുണ്ട് റബ്ബേ. അവരെ മുന്നിൽ ഞങ്ങൾക്ക് നീ ശക്തി തരണേ അല്ലാഹ്, പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അവരെ അല്ലാഹുവേ അവര് സന്തോഷിക്കുന്ന രൂപത്തിൽ ഞങ്ങൾക്ക് നീ അദാബുകളോ പ്രയാസങ്ങളോ രോഗങ്ങളോ വിഷമങ്ങളോ തരല്ലേ അല്ലാഹ്. എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളും അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. മദീന മദീന എന്തൊരു ആനന്ദമുള്ള നാടാണ് മദീന. മദീന ആവേശമാണ്, മദീന ആനന്ദമാണ്, മദീന പരിഹാരമാണ്, മദീന ഹൃദയമാണ്, മദീന കൽബാണ്, മദീന സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, മദീന തന്നെയാണ് സ്വർഗം. മാഷാ അല്ലാഹ്. ആ മദീനയുടെ എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ ആ മഹത്വങ്ങളെല്ലാം മുന്നിൽ വെച്ച് റബ്ബായ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. മദീനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്തെ അല്ലാഹുവേ ഞങ്ങളെ മദീനയിലെത്തിക്കണേ അല്ലാഹ്, മദീനയിലെത്തിക്കണേ അല്ലാഹ്, മദീനയിലെത്തിക്കണേ അല്ലാഹ്. എവിടെയെങ്കിലും വെച്ച് മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞങ്ങളെ ശരീരം ഏതെങ്കിലും മണ്ണിൽ അലിഞ്ഞു ചേരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലേ, ഏതെങ്കിലും ഒരു മണ്ണിൽ ഞങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ, അല്ലാഹുവേ ഞങ്ങളുടെ ശരീരം ഏതെങ്കിലും ഒരു മണ്ണുമായി ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു മണ്ണ് മാത്രം
മണ്ണാണ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ അല്ലാഹ്, നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അല്ലാഹുവേ ഒരുപാട് ആളുകൾ സാധുവായ എൻ്റെ ഉപ്പ, എൻ്റെ സഹോദരി, പ്രിയപ്പെട്ട ഫൈസൽ ഹാജിയുടെ